ഹായ് ഗൈസ്, ഇന്ന് നമ്മളെടുത്ത പ്രോഫിറ്റൊക്കെ എല്ലാതും $10,000 നമ്മൾ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ ഇറക്കണത്. $10,000 നമ്മളെടുത്ത പ്രോഫിറ്റ്, പിന്നെ $14,000 ഇന്നത്തെ പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോധം പോവും. കാരണം ടുഡേ പ്രോഫിറ്റിൽ തന്നെ നഷ്ടത്തിലാണ് ഞാൻ കട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് എല്ലാം പ്രോഫിറ്റിലായിരുന്നു ശരിക്കും. പിന്നിട്ട ഓർഡർ ഒന്നാണ് സ്റ്റാൻഡേർഡിലോട്ട് ഇട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും കിട്ടണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മണി മാനേജ്മെൻറ്റ്. ഇത് നമ്മളെടുത്ത പ്രോഫിറ്റിനെ റിസ്ക് എടുത്താണ്, എന്നിട്ടും നമുക്ക് ആ ഒരു പ്രശ്നം കിട്ടി. ഇതാണ് ട്രേഡിങ്, മണി മാനേജ്മെൻറ്റാണ് ട്രേഡിങ്. ഇപ്പോൾ നോക്കിക്കോ, $11,000 നമ്മൾ പ്രോഫിറ്റിലാണ്, എന്നിട്ട് പോലും നമ്മൾ പ്രോഫിറ്റിലാണ്. $2,000 പ്രോഫിറ്റാണ്. പക്ഷെ നമ്മൾ $25,000 നമ്മൾ പ്രോഫിറ്റിലായിരുന്നു ശരിക്കും. $14,000 പ്രോഫിറ്റായിരുന്നു. പക്ഷെ നമ്മളെടുത്ത ഓർഡറൊക്കെ എന്തായിരുന്നു, വൺ വിഷൻ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള വിഷൻ ബൈലിക്കാണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ എടുത്തതാണ്. എന്നിട്ടും പോയി. കാരണം ഇന്നത്തെ ചാർട്ട് നോക്കുകയാണെങ്കിൽ അറിയാം, ഇന്ന് ഭയങ്കര ഒരു ഡീപ്പിലേക്ക് വന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഫോർ മണി മാനേജ്മെൻ്റ് ആണ്. നമ്മൾ 0.1 ആണ് ഇട്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഇപ്പോൾ ഇട്ട ഓർഡർ വരെ എല്ലാം പ്രോഫിറ്റൊക്കെ കണ്ടില്ലേ, 1100 സംതിങ്, ഇതൊക്കെ പ്രോഫിറ്റ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മാർക്കറ്റിനെ. മാർക്കറ്റ് ചില സമയങ്ങളിൽ മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രീതിയിൽ നമ്മളെയൊക്കെ നശിപ്പിച്ച് കളയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബൈ തന്നെയാണ് ശരിക്കും, ബൈയിലേക്ക് പോവും. പക്ഷെ എന്നാൽ നമ്മളെടുത്ത പ്രോഫിറ്റൊക്കെ നഷ്ടത്തിലാണ്. ഇപ്പോൾ 10 സംതിങ്ങിലാണ് നിൽക്കുന്നത്. നമ്മൾ ക്യാപിറ്റൽ ആണ് സേഫാക്കാൻ പോകുന്നുള്ളൂ. നമ്മുടെ ലാഭം ഈ ഒരു ആഴ്ച കൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ 10-15 ദിവസം കൊണ്ട്, 14 ദിവസം കൊണ്ട് നമ്മൾ എടുത്തിട്ടുള്ള പ്രോഫിറ്റ് റിസ്ക് എടുക്കാൻ വിചാരിച്ചാണ്. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പ്രോഫിറ്റ് വരുത്താന്നുള്ളത്. ഇത് റിസ്കി സംഭവമാണ്. റിസ്ക് എടുക്കുന്നവന് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതാണ് ട്രേഡിങ്. പിന്നെ മണി മാനേജ്മെൻറ്റിൽ നിങ്ങൾക്കൊരു ജോബായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. അല്ലാതെ നമുക്ക് ബിസിനസ്സായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ റിസ്ക് എടുക്കണം. റിസ്ക് എടുത്തോടത്താണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. പ്രോഫിറ്റ് മീൻസ് ഒരു വമ്പൻ റേഞ്ചിൽ നമുക്ക് റേഞ്ച് ആവാൻ പറ്റുള്ളൂ. അതാണ് സത്യം. അതല്ലെങ്കിൽ മണി മാനേജ്മെൻ്റ് ആണ് മെയിനായിട്ട്.